ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഏവർക്കും എന്റെ സ്നേഹമുണ്ട്. വലിയ നോമ്പിന്റെ 7ാം ദിവസമായ ഇന്ന് എന്നിൽ നിഷിദ്ധമായിരിക്കുന്നത് ദൈനംദിന പ്രാർത്ഥനകളും സങ്കീർത്തനങ്ങളും എന്നുള്ളതാണ്. ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നവരാണ്. എന്താണ് പ്രാർത്ഥന? എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത്? ഹൃദയത്തിന്റെ ഭാഷയാണ് പ്രാർത്ഥന. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കുന്നു. വിചിന്തനം ചെയ്യുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. സങ്കീർത്തനം 34:5. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാകുകയില്ല. അതെ, അവർക്ക് മാത്രമേ നമുക്ക് രക്ഷ ലഭിക്കുകയുള്ളൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5-ാം തിരുവചനം. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. സ്വർഗത്തിലെ അപ്പനോട് മകൻ കരയുന്ന ഒരു രംഗമുണ്ട്. എന്തിനാണ് പിതാവേ എന്നെ നീ കൈവിട്ടത്? എന്തിനാണ് പിതാവേ എന്നെ നീ കൈവിട്ടത്? മോറിയ മലയിലേക്ക് മകനെ യാഗം കഴിക്കുവാൻ കൊണ്ടുപോകുന്ന അപ്പനാണ് ഇതിനുത്തരം നൽകുന്നത്. മകന്റെ ശരീരത്തിലേറ്റി കുരിശ് അപ്പൻ മനസ്സിലേറ്റിയിരിക്കുന്നു. കുരിശിന്റെ ഭാരവും രോഗവും സമം തന്നെ. ക്രൂശിന്റെ പീഡാനുഭവം നമ്മുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങുവാനും അവിടുത്തെ മുറിവുകളെ ധ്യാനിക്കുവാനും ഈശോയുടെ വേദനകളെ ആശ്വസിപ്പിക്കുവാനും ലഭിച്ച കൃപയുടെ മണിക്കൂറുകളായി ഈ സമയത്തെ നമുക്ക് വിനിയോഗിക്കാം. സ്വർഗത്തിലേക്ക് പറന്നുയരുവാനുള്ള ചിറകുകളാണ് സഹനങ്ങൾ. നമ്മുടെ പാപങ്ങൾക്കും മാനസാന്തരത്തിനുമായി സങ്കീർത്തനം 6, സങ്കീർത്തനം 51, സങ്കീർത്തനം 38 നമ്മുടെ അനുതാപ ചിന്തകൾ ഉണർത്തുന്ന തിരുവചനങ്ങൾ ഉരുവിട്ട് പ്രാർത്ഥിക്കാം. മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുക. ഹബക്കൂക്ക് 3:17. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവുമരത്തിൽ കായ്കളില്ലാതായാലും വയലുകളിൽ ധാന്യങ്ങൾ വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തില്ലാതായാലും ഞാൻ കർത്താവിന് ആനന്ദിക്കും. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉത്തരം ലഭിക്കാതെ വരുമ്പോൾ ഞാൻ നിങ്ങളും ദൈവത്തെ നോക്കി പിറുപിറുക്കുന്നവരാവാതെ ദൈവത്തോട് പ്രത്യാശയോടെ പ്രാർത്ഥിക്കണം. നോയമ്പ് കാലത്ത് മത്സ്യവും മാംസ്യവും വർദ്ധിക്കുന്നതോടൊപ്പം നമ്മുടെ ഉള്ളിലുള്ള അസൂയ, കോപം, കുറ്റം പറച്ചിൽ തുടങ്ങിയവ നമ്മൾക്ക് വർദ്ധിക്കാൻ ശ്രദ്ധിക്കാം. പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ഏറ്റവും വിശുദ്ധിയോടെ അനുതാപത്തോടെ ആ കുരിശിന്റെ വീട്ടിലേക്ക് നമുക്ക് പോകാം. ഈ വലിയ നോയമ്പ് നമുക്ക് ഏവർക്കും അനുഗ്രഹമായിരിക്കട്ടെ. ആമേൻ.